ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു പുതിയൊരു വീട്ടിലെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളെ നമ്മൾ പ്ലസ് വണ്ണുകാരും പ്ലസ് ടുക്കാരൊക്കെ പബ്ലിക് എക്സാം എഴുതാൻ പോകുമല്ലോ. അപ്പോൾ പ്ലസ് ടുക്കാരെ സംബന്ധിച്ച് നമ്മൾ 2 വർഷത്തിൻ്റെ അവസാന കഷ്ടപ്പാട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്. അപ്പം നാളത്തോടെ ഇംഗ്ലീഷിൻ്റെ ഒരു ഭാരം കഴിയുമല്ലോ. അപ്പോൾ അതൊരു ചെറിയൊരു സമാധാനമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റിന് ഒരു ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മൾ നാളെ എല്ലാവരും എക്സാമൊക്കെ എഴുതാൻ പോവുകയാണ്. അപ്പോൾ എവിടെ എത്തി പഠനം എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ഞാനും മര്യാദക്കൊരു വലിയ പഠിത്തത്തിനൊന്നും ഇരുന്നിട്ടില്ലായിരുന്നു. ഓരോ ദിവസം ഫിസിക്സൊക്കെ കെമിസ്ട്രി ഒക്കെ എന്നൊക്കെ പറഞ്ഞതായിരുന്നു, പക്ഷേ എന്നാലും വലിയ രീതിക്ക് പഠിച്ചിട്ടില്ല. അപ്പം ഇന്നലെ ഒരു രാത്രി മുതൽ ഞാൻ ഇംഗ്ലീഷിലേക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നു പഠിക്കാനായിട്ട്. അപ്പം ഏകദേശം സമ്മറിയൊക്കെ നോക്കുക വിചാരിച്ചിരുന്നത്. പിന്നെ ഇന്നലെ ഒരു ലൈവിൻ്റെ സ്ഥലത്തിലൊരു ലൈവ് ഉണ്ടായിരുന്നു. ഇന്നലെ ഗ്രാമറും പിന്നെ ഡിസ്കോഴ്സൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പം അത് കണ്ടിട്ട് കുറച്ച് 2-3 കുറച്ച് ഗ്രാമേഴ്സ് നോക്കി, പിന്നെ കുറച്ച് ഡിസ്കോഴ്സസ് മാത്രം നോക്കിയിട്ടുള്ളൂ. അതിൻ്റെ ഫോർമാറ്റൊക്കെ ഞാൻ തന്നെ എനിക്ക് അതായത് അതേ ഫോർമാറ്റൊക്കെ ജസ്റ്റ് എഴുതി പഠിക്കല്ല, അങ്ങനെ എഴുതി വെക്കുക. അതും ഒരു ഓർമ്മ ഉണ്ടാവണമല്ലോ. അപ്പോൾ അതൊക്കെ എഴുതി വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ചില ഫ്രേസസൊക്കെ നമുക്ക് ആഡ് ചെയ്താൽ സ്പെഷ്യലി മാർക്ക് കിട്ടുമെന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫ്രേസസൊക്കെ പഠിച്ചു വെക്കണമെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിത് ഇതേപോലെ ലെറ്ററിൻ്റെയിലും അതേപോലെ ബാക്കി സ്പീച്ചൊക്കെ പറയുമ്പോഴും നമുക്ക് തുടങ്ങാൻ പറ്റുന്ന നല്ല ഫ്രേസസും കോഡ്സൊക്കെ ചിലതൊക്കെ എഴുതി വെക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് ഡിസ്കസൊക്കെ ഇന്നലെ നോക്കി. പിന്നെ ഒരു 2-3 ചാപ്റ്ററിൻ്റെ സമ്മറിയും പിന്നെ അതിൽ വരുന്ന കാറ്റ് സ്കെച്ചും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. പിന്നെ ഇന്നിപ്പം നമ്മളെ നോമ്പ് റമദാനിൻ്റെ ഫസ്റ്റ് നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പം ഇന്ന് നോമ്പിൻ്റെ കുറച്ചൊരു ക്ഷീണം ഉണ്ടായിരുന്നു. ക്ഷീണം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഓവർ അങ്ങനത്തെ ടയർഡ്നെസ് ഒന്നുമല്ല, പക്ഷേ ഈ വെയിലും ചൂടും അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇന്നത്തെ ഒരു വിഷയമാണ്. ഈ നാളെ എക്സാമും ചൂടും നോമ്പും എല്ലാതും കൂടെ എന്തൊക്കെയാവുമെന്നൊരു ഒരു കാര്യങ്ങളും ഇല്ല. അപ്പം ഇന്നത്തെ ഇപ്പം എന്തായാലും കുഴപ്പമില്ലാതെ നോമ്പൊക്കെ ഫസ്റ്റത്തെ തുറന്നു. ഇനി ഇംഗ്ലീഷ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് കുറച്ച് എന്താ പറയുക ടിപ്സായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ പ്ലസ് വണ്ണുകാർക്കായിരിക്കും പ്ലസ് ടുക്കാർക്കായിരിക്കും കോമൺ ആയിട്ട് ഗ്രാമേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാവാതെ തന്നെ ക്ലാസ്സൊക്കെ കണ്ട് പഠിക്കുക. റിപ്പോർട്ട് സ്പീച്ച് ഉണ്ടായിരിക്കും, പിന്നെ വേറെ ഫ്രേസൽ വേർബ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതേപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ പഠിച്ച് വെക്കണം. കാരണം ഏകദേശം നമുക്ക് ഒരു 10 മാർക്കിന് അടുത്തൊക്കെ ആയിട്ട് ഗ്രാമേഴ്സ് തന്നെ വരും. അപ്പോൾ നമുക്ക് അറിയെങ്കിൽ പിന്നെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പോവാതെ അങ്ങനത്തൊക്കെ എഴുതിയാൽ മതിയല്ലോ. പിന്നെ നമ്മൾ ഗ്രാമേഴ്സ് എഴുതുകയാണെങ്കിൽ പോലും അതിലിപ്പോൾ വേറെ നമുക്ക് എഴുതാൻ പറ്റുന്ന ആൻസർ ചെയ്യാൻ പറ്റുന്ന 4 മാർക്കിൻ്റെ സെക്ഷനിലൊക്കെ എഡിറ്റൊക്കെ വരുമല്ലോ. അപ്പം എഡിറ്റ് പാസേജ് അത്ര വലിയൊരു ഉറപ്പില്ലെങ്കിൽ പോലും വെറുതെ നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാം. പക്ഷേ അതിൻ്റെ പകരം എഴുതേണ്ട സ്പേസിൽ നമുക്ക് സാധാ ക്വസ്റ്റ്യൻ തന്നെ അറ്റൻഡ് ചെയ്യുക, അതായിരിക്കും നല്ലത്. കാരണം ചിലപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു വിശ്വാസത്തിന് പിറകിലായിരിക്കും എഡിറ്റ് ഫോളോയിങ് പോയി ചെയ്ത് നോക്കുക, പക്ഷേ ആൻസർ എവിടെയെങ്കിലും ഒന്ന് തെറ്റിയാൽ മാർക്ക് പെട്ടെന്ന് പോയി കിട്ടും. അപ്പം ഗ്രാമേഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്ത് വെക്കുക, പക്ഷെ കൂടുതലും നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസിലൊക്കെ ആഡ് ചെയ്യാൻ നോക്കുക. പിന്നെ ഈ ഒരു കാര്യം ഓർക്കുക, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ. അപ്പോൾ നമ്മൾ പേപ്പർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് 1 വേർഡിൻ്റെ സെക്ഷനൊക്കെ ചിലപ്പം പോയാൽ എവിടെയെങ്കിലും 1 മാർക്കിനൊക്കെ വല്ല പിഴവും സംഭവിച്ചാൽ ആ ഒരു നോക്കുന്ന ഒരു ഇതിന് ഒരു നെഗറ്റീവ് എന്നല്ല, ഫസ്റ്റ് തന്നെ കുറേ പേപ്പറിൽ തന്നെ വെട്ടും കുത്തൊക്കെ ആകുമ്പോൾ പിന്നെ അവർക്കൊരു ഇതില്ല എന്നല്ല കോമൺലി പറഞ്ഞ് കേൾക്കണേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ഓരോരുത്തർ സ്റ്റൈലുണ്ടായിരിക്കും എഴുതുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു രീതി ഞാൻ വിചാരിച്ചിട്ട് 8 മാർക്കിൻ്റെ ഒക്കെ 2 ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അപ്പം 16 മാർക്ക് ഫസ്റ്റ് നമുക്ക് സെക്യൂർ ചെയ്യാമല്ലോ. പിന്നെ അതിൻ്റെ ശേഷം ബാക്കി 6 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 4 മാർക്കിൻ്റെ 5 പിന്നെ 2 മാർക്കിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ അറ്റൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എപ്പോഴും കുറേ എഴുതി ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നല്ല രീതിക്ക് ഒരു എഴുതുന്നുണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെയെങ്കിലൊക്കെ മാർക്ക് തരട്ടെ അല്ലേ. അപ്പോൾ 8 മാർക്കിൽ നമ്മൾ പ്ലസ് ടുക്കാർക്ക് ഒരു പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ CV ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അത് എന്തായാലും നല്ല രീതിക്ക് തന്നെ ഫോർമാറ്റ് പഠിച്ച് വെച്ചിട്ട് പോവുക. കാരണം 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ CV അത്ര വലിയൊരു കുഴപ്പമില്ലല്ലോ. അപ്പം നല്ല രീതിക്ക് തന്നെ ഫോർമാറ്റൊക്കെ അതായത് എഴുതി പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. കാരണം മറന്നു പോകുന്ന ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, കാരണം ആ ഒരു 8 മാർക്കുള്ള വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമുക്ക് ഒന്ന് കമ്പയർ ചെയ്യുന്നൊരു അപ്രിസിയേഷൻ ഉണ്ടായിരിക്കും, അതെല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെ അറിയണവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാൻ എപ്പോഴും ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യില്ല, കാരണം എനിക്ക് ആ ഒരു ക്രിയേറ്റിവിറ്റി അങ്ങനെ ഇല്ല. അപ്പോൾ അതിൻ്റെ പകരം വേറെ ചാപ്റ്ററത്തെ essay കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നല്ല രീതിക്ക് എഴുതാമെന്നുണ്ട്. പിന്നെ 8 മാർക്കിൻ്റെയിലാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ കണ്ടൻറ്റ് ഫിൽ ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുക.
പിന്നെ ഹെഡിങ്സൊക്കെ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒട്ടും തന്നെ മറക്കാതെ നല്ല രീതിക്ക് തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമ്മളിപ്പം എല്ലാ ഡിസ്കോഴ്സസ് എല്ലാം അതിൻ്റെ മോഡലൊക്കെ പഠിച്ചു വെക്കുക. കാരണം ചിലതിൽ ടൈറ്റിൽ എഴുതണം, ചിലതിൽ എഴുതണ്ട, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നോക്കി നല്ല രീതിക്ക് തന്നെ പഠിച്ചിട്ട് പോവുക. അപ്പോൾ നമുക്ക് എസ് എ, നറേഷൻ, റിവ്യൂ അങ്ങനത്തെ കാര്യങ്ങൾ വരികയാണെങ്കിൽ എന്തായാലും ടൈറ്റിൽ ചെയ്താൽ മറക്കരുത് കേട്ടോ. അപ്പം ബാക്കി പിന്നെ അതേപോലെ തന്നെ പാരഗ്രാഫ് അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ എഴുതി നമ്മൾ മാക്സിമം ടീച്ചേഴ്സ്മാർ ഇമ്പ്രസ് ചെയ്യണം. പിന്നെ നമ്മൾ ആവശ്യമുള്ള കുറച്ച് സമ്മറീസും കാര്യങ്ങളൊക്കെ പഠിച്ചു പോവുക. പിന്നെ അതേപോലെ തന്നെ ഫോർമാറ്റൊക്കെ പഠിക്കുക. പിന്നെ നമ്മളൊരു യുക്തിക്കനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി ചേർത്ത് തള്ളി മറിക്കുക എന്നൊക്കെ പറയാനുള്ളൂ. പിന്നെ നമ്മൾ ഇംഗ്ലീഷും മലയാളം അതേപോലത്തെ എക്സാംസിലൊക്കെ ആയാലും നമുക്ക് മെയിൻ പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ടൈം മാനേജ്മെൻ്റ് ആയിരിക്കും. അപ്പം നല്ല രീതിയിൽ തന്നെ ഒരു ചെറിയ പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് പോവുക എക്സാമിന്. അപ്പം എവിടുന്ന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കണം. അപ്പം ജസ്റ്റ് നമുക്ക് അതിനനുസരിച്ച് കൺട്രോൾ ചെയ്തിട്ട് എക്സാം എഴുതാമല്ലോ. അപ്പോൾ ജോബ് ആപ്ലിക്കേഷനൊക്കെ എഴുതുമ്പം എന്തായാലും നല്ലൊരു ഫ്രഷ് പേജിൽ നിന്ന് എഴുതി സ്റ്റാർട്ട് ചെയ്യുക. ഒന്നിൻ്റെ ഹാഫ് എന്ന് വെച്ച് എഴുതാൻ നിൽക്കരുത്. കാരണം കുറച്ചൊരു നീറ്റ്നെസ് വെച്ചാൽ നല്ല പേപ്പർ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ ടീച്ചേഴ്സ്മാരൊക്കെ നമ്മൾ പറഞ്ഞിട്ട് പറ്റിക്കാന്നല്ല പറയുന്ന കാര്യമാണ്. അപ്പോൾ അതേപോലത്തെ കുറച്ച് ടിപ്സൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നാളെ 1:30 എക്സാം സ്റ്റാർട്ട് ചെയ്യും. 4:15 കഴിയുമല്ലോ അല്ലേ. അപ്പം 1:30 to 1:45 വരെ കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും. അപ്പോൾ കൂൾ ഓഫ് ടൈമിൽ നല്ല രീതിക്ക് എല്ലാവരും ഫുൾ പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഫുൾ പ്ലാനിങ്ങിൽ ഫുൾ സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ടൈം മാനേജ് ചെയ്ത് ബാക്കിയുള്ള 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അതേപോലെ എഴുതുക. കറക്റ്റ് സമയം എടുത്തിട്ട് തന്നെ നല്ല രീതിക്ക് തന്നെ നല്ല ഫുൾ പ്ലാനിങ്ങോടെ തന്നെ എല്ലാവരും പഠിച്ച് പോവുക. അപ്പം നമ്മൾ 2 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും കുറേ എഴുതി സമയം കളയേണ്ട ഒരു ആവശ്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലീഷ് വലിയ കുഴപ്പമില്ലായിരുന്നു, എന്നാലും നല്ല രീതിക്ക് തന്നെ +1 കറക്റ്റ് ടൈമൊക്കെ മാനേജ് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയുന്നു. അപ്പം പഠിച്ച് കഴിയാത്തവരുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചിട്ടുള്ള സംഭവങ്ങൾ തന്നെ നല്ല നീറ്റായി പഠിച്ച് പോയാൽ നമുക്ക് നല്ല രീതിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. പിന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് ഫോർമാറ്റൊക്കെ പഠിച്ചാൽ മതിയാകും. പിന്നെ എല്ലാത്തിനും സമ്മറി ജസ്റ്റ് നോക്കുക. അപ്പോൾ ഇനി വീണ്ടും വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് ഇനി നാളെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.